എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഇപ്രാവശ്യത്തെ ബിഗ് ബോസിൽ. ഞാൻ കാണാറില്ല കേട്ടോ സാധാരണ. പക്ഷേ ലാൽ സാറ് വരുന്ന സമയത്ത് 2 ദിവസം ശനി ഞായറും പറ്റുകയാണെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ കാണാറുണ്ട്. അപ്പോഴാണ് ഇന്നലെ ആ ഒരു നെവിൻ്റെ ഒരു കാര്യം കണ്ടത്. അതായത് നെവിന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം, അതുമായിട്ട് ഉള്ള ഒരു കാര്യത്തിലും അവർ ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഇന്ന് അതിൻ്റെ ടാസ്ക് എല്ലാം വന്നപ്പോൾ നെവിനാണ് ഓടിപ്പോയിട്ട് പൈസ എടുക്കുന്നത്. എടുക്കാൻ പാടില്ല, നെവിൻ അതിന് ചെയ്യേണ്ടെന്ന് ബിഗ് ബോസ് പറയുന്നുമില്ല. ലാസ്റ്റ് ഓരോരുത്തർക്ക് എത്ര പൈസ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തരും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നെവിൻ പറയുന്നു, നെവിൻ്റെ അടുത്ത് ബിഗ് ബോസ് ചോദിക്കുകയാണ്, നെവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ? ബിഗ് ബോസ് എൻ്റെ അടുത്തൊരു 150 അങ്ങനെ എന്തോ ഉണ്ട് എന്ന് പറയുന്നു. എന്നാൽ അത് അവിടെ വെക്കാനല്ലേ ബിഗ് ബോസ് പറയേണ്ടത്, അല്ലാണ്ട് അത് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെയും ആ തെറ്റ് ചെയ്യാനുള്ള പ്രവണത നെവിൻ ഉണ്ടാവുകയല്ലേ ചെയ്യുക. ഇത് തെറ്റാണ്, നെവിൻ ഈ ഗെയിമിൽ പങ്കെടുക്കാൻ പറ്റില്ല, നെവിൻ ഇത് ചെയ്തത് റോങ് ആണ് എന്നല്ലേ പറയേണ്ടത്. അതല്ലേ ഗെയിം. അതല്ലാതെ നെവിൻ പോയിട്ട് അതിനകത്ത് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് വീതിച്ചു കൊടുക്കലാണോ ഗെയിം? അത് കഴിഞ്ഞിട്ട് പിന്നെ റേഷൻ വന്നു എന്നിട്ട് നൂറയിൽ പോകുമ്പോൾ നെവിന് ഓടിപ്പോയിട്ട് അവിടെ നിന്ന് എടുത്ത് കീശയിൽ വെച്ച് പൂത്തി, എന്നിട്ട് ഓടിപ്പോയി. എന്നിട്ട് അവൻ പറയുന്നുണ്ട് അത് പൈസയാണ്, ഞാൻ തരില്ല, എനിക്കാണ് കിട്ടിയത്. ആർക്കെങ്കിലും അറിയുമോ ഇത് എടുക്കുന്നവർക്ക് പൈസ കിട്ടും, അപ്പം അതിന് വാല്യൂ ഉണ്ട്? ഇത് റേഷൻ വന്നതല്ലേ. അപ്പം നെവിന് അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല സാമർത്ഥ്യമാണ്. അപ്പം അത് നെവിന് എടുക്കാൻ പാടില്ലാത്ത പൈസയാണ്. അതായത് ആ മണിയുമായി ബന്ധപ്പെട്ട ടാസ്കിൽ അവന് പങ്കെടുക്കാൻ പറ്റില്ല, മണിയെടുക്കാനും പറ്റില്ല. പിന്നെ എങ്ങനെയാണ് അവൻ എടുക്കുക? എന്നിട്ട് അവനത് അക്ബറിന് കൊടുത്തു 15,000 രൂപ. ബാക്കിയുള്ളവരൊക്കെ മണി. ഇത് പൊട്ടത്തരം ഗെയിം. നിർത്തിയിട്ട് പോണേ.